ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇന്നത്തെ റീഡിങ്ങിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് തോട്ട്സ്, കറൻറ്റ് എനർജി, കറൻറ്റ് സിറ്റുവേഷൻ, അതുപോലെ ഫീലിങ്സ് എപ്പോഴും പോലെ തന്നെ ഇതൊക്കെ നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓണം ഓഫർ ഡിസ്കൗണ്ട് ഇനി 2 ഡേയ്സും കൂടി ഉണ്ട്. അതുപോലെ ടാരോട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ് കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, കറൻറ്റ് എനർജി, നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി, സിറ്റുവേഷൻ, ഫീലിങ്സ്, തോട്ട്സ്. 5 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. എന്താണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺസിൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ? ചാരിയറ്റ്, ഏസ് ഓഫ് വൺസും റിവേഴ്സ്ഡ് ആണ്. 3 ഓഫ് വൺസ്, പേജ് ഓഫ് വൺസ്, 8 ഓഫ് വൺസ് ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് കേട്ടോ. ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. കറൻറ്റ് എനർജി, കറൻറ്റ് സിറ്റുവേഷൻ, കറൻറ്റ് ഫീലിങ്സ് ആൻഡ് തോട്ട്സ്. Five of Wands, Magician, Four of Wands, Justice reversed ആണ് കേട്ടോ. Ten of Swords ഫൈനലി കിട്ടിയ കാർഡ്. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് ദ ഹൈറോഫൻ കാർഡാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സ്പ്രെഡ് ഇതൊക്കെയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുന്ന സമയത്ത് ഇത്രയും നാളും ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മനസ്സിൽ ഒരുപാട് ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് എനർജിയിൽ അവർക്കത് സാധ്യമാകുന്നില്ല. കാരണം ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെയധികം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്തോ ആകട്ടെ, അത് ഫിനാൻഷ്യലി ആയിക്കോട്ടെ, കരിയർ ആയിക്കോട്ടെ, എന്താണെങ്കിലും ഇവിടെ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് ഈ ഒരു എനർജി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഒരു ബ്ലാക്ക് മാജിക് എനർജി, അല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് വെക്കുക, അങ്ങനത്തെ രീതിയിൽ. ഓക്കെ, അതുകൊണ്ട് ഇത്രയും ദിവസം അവർക്ക് നിങ്ങളടുത്തോട്ട് വരാൻ വേണ്ടിയിട്ട് അവർ പ്ലാൻ ചെയ്യുക, അതുപോലെ തന്നെ പുതിയ ഐഡിയാസ് ഉണ്ടാക്കിയെടുക്കുക, തേർഡ് പാർട്ടിയോട് ഫൈറ്റ് ചെയ്യുക, അങ്ങനത്തെ രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അവർക്കത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അവിടെ നിന്നിട്ടൊരു രക്ഷ കിട്ടുന്നില്ല എന്നുള്ളത് കാണുന്നുണ്ട്. കാരണം ജസ്റ്റിസ് റിവേഴ്സ്ഡ് ആണ് വന്നത്. അവർക്ക് അവിടെ നിന്നൊരു ജസ്റ്റിസ് കിട്ടുന്നില്ല ഈ തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്നും. ഓക്കെ, ഈ സിറ്റുവേഷനായിട്ട് കാണിക്കുന്ന ഇതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ പൂർണ്ണമായിട്ടും എൻഡ് ആക്കിയ രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വെക്കേണ്ടി വരുന്നു. ഓക്കെ, പെയിൻഫുൾ ആയിട്ടുള്ളൊരു എൻഡിങ് ആണ് ഈ കാർഡ് കാണിച്ചു തരുന്നത്. അത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടാണ്. ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ചീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളെ പൂർണ്ണമായിട്ടും
ഫുൾ സ്റ്റോപ്പ് ഇട്ടോ അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആക്കി വെക്കുകയോ ഒന്നും ചെയ്യുന്നതല്ല. ഈ സിറ്റുവേഷൻ കൊണ്ട് അവർക്ക് പെയിൻഫുള്ളാണ് ഇങ്ങനെ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നതും അതുപോലെ തന്നെ നിങ്ങളടുത്ത് കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്നതൊക്കെ ഇവർക്ക് പെയിൻഫുള്ളാണ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിൽ ഇപ്പം എന്തെങ്കിലും ഫൈറ്റിംഗ് നടന്നിട്ട്, അതായത് നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും നിങ്ങളുടെ വീടുകളിൽ സമ്മതിക്കാത്ത ആ ഒരു ഇത്, അല്ലെങ്കിൽ വേറെ റിലീജിയൻ, ഏജ് ഡിഫറൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മറ്റുള്ളവരുടെ തീരുമാനത്തിനനുസരിച്ച് നീങ്ങേണ്ടി വരുന്നു. അതായത് അവരുടെ വീട്ടുകാർ പറയുന്നതനുസരിച്ചായിരിക്കാം, അല്ലെങ്കിൽ കസിൻസോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരൊക്കെയോ പറയുന്നതിനനുസരിച്ച്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകൾ പറയുന്നതിനനുസരിച്ച് അവർക്ക് ഒരു എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ട് സമ്മതിച്ച് കൊടുക്കേണ്ടി വരിക, അല്ലെങ്കിൽ ലൈഫിലേക്ക് പുതിയൊരാളെ സെലക്ട് ചെയ്യേണ്ടി വരിക. ഓക്കെ, മാരേജിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ട് അവർക്ക് സെലക്ട് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ മാരീഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആണെങ്കിലും ഈ തേർഡ് പാർട്ടി കാരണമാണ് നിങ്ങൾ സെപ്പറേഷനിൽ നിൽക്കുന്നതെങ്കിൽ ഇവിടെ ഈ വ്യക്തി, തേർഡ് പാർട്ടി ആയിട്ടുള്ള വ്യക്തി നിങ്ങളുടെ പേഴ്സണെ വളരെ സ്ട്രോങ് ആയിട്ടാണ് പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ഓക്കെ, അതുമാത്രമല്ല ഈ തേർഡ് പാർട്ടിയുടെ എനർജി ഇവിടെ കാണിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതും അതുപോലെ തന്നെ നടത്തുന്നതുമെല്ലാം, അതായത് കുറച്ചൊരു അധികാരമുള്ള ഒരു വ്യക്തിയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ആ ഒരു രീതിയിലാണ് ഈ തേർഡ് പാർട്ടിയുടെ എനർജി ഇവിടെ വരുന്നത്. അതുകൊണ്ട് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് അതിൽ നിന്നും ഒരു മോചനം ഇവിടെ, ജസ്റ്റിസ് അവർക്ക് കിട്ടാത്തത്, ഒരു നീതി അവർക്ക് കിട്ടാത്തത്. പക്ഷേ ഈ പാസ്റ്റിൽ കഴിഞ്ഞുപോയ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അവരതിനോട് അടുത്ത് വരുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ജസ്റ്റിസ് അവർക്ക് കിട്ടി വരുന്നുണ്ടായിരുന്നു. അവരതിൽ നിന്നൊന്ന് റിമൂവ് ചെയ്ത് അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ സ്ട്രോങ് ആയിട്ട് ഇവിടെ അവരെ ഈ ഒരു തേർഡ് പാർട്ടി ഇങ്ങനെ പിടിച്ചു വെക്കുകയാണ്. ഇമോഷണലി ഒക്കെ ബ്ലാക്ക് മെയിൽ ചെയ്യുക, അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് എനർജി ഇവിടെ കാണുന്നുണ്ട്. അങ്ങനത്തെ രീതിയിലൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ സ്ട്രോങ് ആയിട്ട് വെക്കുന്നൊരു രീതിയാണ് കാണുന്നത്. പാസ്റ്റിൽ അവർ വന്നിട്ട്, അതായത് പാസ്റ്റിൽ അവർ നിങ്ങളുടെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അവരുടെ തോട്ട്സും ഫീലിങ്സും എല്ലാം നിങ്ങളുടെ അടുത്തോട്ട് തന്നെ ആയിരുന്നു. പക്ഷെ ഇപ്പം അതിന് ചേഞ്ച് വന്നിട്ടുണ്ട്. അതായത് തേർഡ് പാർട്ടി കാരണം അവർക്ക് അതിനെയെല്ലാം ബ്ലോക്ക് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതിന് ഇവിടെ എനിക്ക് തെളിവായിട്ട് വന്നിട്ടുള്ളൊരു കാർഡ് ചാരിയറ്റ് എനിക്ക് റിവേഴ്സ്ഡ് ആണ് കിട്ടിയത്. അതായത് നിങ്ങളിലേക്ക് പ്രപ്പോസലുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ വരുന്ന ഒരാൾ ബ്ലോക്കായിട്ട് അവിടെ നിൽക്കുകയാണ്. അവർക്ക് ആ ഒരു തീരുമാനം മാറ്റേണ്ടി വരുന്നു. അതായത് അവർക്ക് ഇങ്ങനെ ഓൺ ആൻഡ് ഓഫ് പോലെ ആയിക്കൊണ്ടേ ഇരിക്കേണ്ടി വരുന്നു. മിസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും, പക്ഷേ കുറച്ച് കഴിയുന്ന സമയത്ത് അവർ പെട്ടെന്ന് നമ്മളൊരു മൂഡ് സ്വിങ്സ് ഉണ്ടാവുക, അല്ലെങ്കിൽ പെട്ടെന്ന് ചേഞ്ച് ആക്കുക, അവരുടെ മൂഡ് പെട്ടെന്ന് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. അവർ ചെയ്യുന്നത് എന്താണെന്നുള്ളത് അവർക്ക് പോലും അറിയാത്തൊരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ മെയിൻ റീസൺ ഇവിടെ തേർഡ് പാർട്ടി തന്നെയാണ് കേട്ടോ സ്ട്രോങ് ആയിട്ടുള്ളത്. മേ ബി ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പൊക്കെ ആയിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം, അവർക്ക് ഫാമിലി ഉണ്ടായിരിക്കാം. ഓക്കെ, ഇത് മാരീഡ് കാർഡാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, ഇനി ഇവിടെ ഫസ്റ്റ് വന്നിട്ടുള്ളൊരു കാർഡ് 5 ഓഫ് സോർഡ്സ് എന്ന കാർഡാണ്. ഈ ഒരു കാർഡ് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ ഒരു സ്ത്രീയാണ് ഇവിടെ നിൽക്കുന്നത്, ഒരു പുരുഷൻ അവിടെ ഇരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, തേർഡ് പാർട്ടി ആയിട്ട് ഉള്ള വ്യക്തി കുറച്ച് സ്ട്രോങ് ആണ്, അവർ കൂടുതൽ കമ്മിറ്റ്മെൻറ്റ് അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് അവിടെ വായടച്ചിരിക്കേണ്ടി വരുന്നൊരവസ്ഥ, അല്ലെങ്കിൽ അവരെ അനുസരിക്കേണ്ടി വരുന്നൊരവസ്ഥ, അവരെ കേട്ടിരിക്കേണ്ടി വരുന്നൊരവസ്ഥ. അതാണ് മേ ബി ഇത് നിങ്ങളടുത്ത് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ടാകാം. ഇല്ലാന്നുണ്ടെങ്കിൽ അവരിത് പറയാനുള്ള ചാൻസ് ഇവിടെ ഉണ്ട്. അതായത് നിങ്ങളടുത്ത് ഇതെല്ലാം തന്നെ ഇങ്ങനെയാണ്, സിറ്റുവേഷൻ ഇങ്ങനെയാണ് എന്നുള്ളത് പറയാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ 3 ഓഫ് വാൻഡ്സും എഗെയിൻ ഇവിടെ കൺഫർമേഷനായിട്ട് തേർഡ് പാർട്ടിയുടെ എനർജീനെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ കാര്യം അറിഞ്ഞതായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു കൊടുത്ത് അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ആയിരിക്കാം. എന്താണെങ്കിലും ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് തേർഡ് പാർട്ടി. നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു എനർജി അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, പലതരത്തിലും അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫൈറ്റിംഗ് എനർജി കാണുന്നുണ്ട്. നിങ്ങളുടെ പേര് ചൊല്ലി മേ ബി അവർ ഫൈറ്റ് ചെയ്യുന്നുണ്ടാകാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ മനസ്സിൽ ഇവരെടുത്ത് ഫൈറ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ അടുത്തോട്ട് വരാൻ വേണ്ടിയിട്ട്. അവർക്ക് ഓപ്പൺ ആയിട്ടൊന്നും ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല, കാരണം അത്രയും ഒരു എന്താ പറയുക സ്ട്രെങ്ത് ഉള്ള അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് തേർഡ് പാർട്ടി ആയിട്ട് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇനി ഈ കാർഡ്സ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളുടെ അടുത്തുള്ള ഫീലിങ്സ്,
തോട്ട്സ് നോക്കുകയാണെങ്കിൽ ഒന്നും ഓപ്പണായിട്ട് പറയാൻ സാധിക്കുന്നില്ല, മൗനമായിട്ടിരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. അതായത് ഇതിനു മുൻപും റെസ്പോണ്ട് ഉണ്ടായിട്ടുണ്ടാവില്ലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് ഒക്കെ ആയിരിക്കാം. എന്താണെങ്കിലും ഇപ്പം അവർ പൂർണ്ണമായിട്ട് മൗനത്തിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പം പോകാൻ പറ്റില്ല എന്നുള്ളൊരു തോട്ട് പോലും അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത പോലും അവർക്ക് വരുന്നുണ്ട്. ഇനി നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി സാധിക്കില്ല അല്ലെങ്കിൽ വരാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെയുള്ളൊരു എനർജി ഇവിടെ വരുന്നുണ്ട് അവർക്ക്. ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഫാമിലിയിൽ മേ ബി അവരുടെ പേരൻസ് ഒക്കെ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഇതൊന്നും അല്ല, വ്യക്തികളെ അല്ല, കരിയറൊക്കെയാണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ എന്തിനാണ് ബ്ലോക്ക് ചെയ്ത് വെക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കരിയറിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മ ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ്. അതായത് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ടുപോയിട്ട് അവർക്ക് നല്ലോണം നോക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു ലൈഫ് തരാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു തോട്ട്സ് വെച്ചിട്ട് അവർ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങളെ മാറ്റി നിർത്തുന്നത് കരിയർ ആണെങ്കിൽ കേട്ടോ. ഇല്ല, ഇവിടെ ഏറ്റവും കൂടുതൽ പേഴ്സൺസിൻ്റെ എനർജിയാണ് തേർഡ് പാർട്ടി ആയിട്ട് വരുന്നത്, വ്യക്തികളുടെ എനർജിയാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ അവർ സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളാണ്, പാരൻസോ അല്ലെങ്കിൽ മാരീഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആണെങ്കിൽ പറയണ്ടല്ലോ, അങ്ങനെയുള്ളവരായിരിക്കും. ഓക്കെ, അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഇപ്പം ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ് അവർ. ഒരു പെയിൻഫുൾ എൻഡിങ് ആണ് കാണിക്കുന്നത്, ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് അവർ പൂർണ്ണമായിട്ട് മൗനമായിട്ടിരിക്കുന്നത്. അതായത് അവർ ചിന്തിക്കുന്നത് ഇനി അങ്ങോട്ടില്ല, ഇനി അവർക്ക് വരാൻ വേണ്ടി സാധിക്കില്ല, അല്ലെങ്കിൽ ഇനി പോവാൻ പറ്റില്ല, ഇതിവിടെ അവസാനിച്ചു എന്നൊക്കെയുള്ള ചിന്തയിലാണ് അവരുള്ളത്. ഓക്കെ, എന്തായാലും നമുക്ക് ഫ്യൂച്ചറും കൂടി നോക്കാം, അതായത് മുന്നോട്ടുള്ള കാര്യങ്ങളും കൂടി ജസ്റ്റ് ഒന്ന് കാർഡ്സ് എടുത്ത് നോക്കാം. എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നുള്ളത്, ചേഞ്ച് ഉണ്ടാകുമോ എന്നുള്ളത്. ഈ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിൽക്കുകയാണ്, അവർ മൗനമായി നിൽക്കുകയാണ്, ഫുൾ ബ്ലോക്കായി നിൽക്കുകയാണ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ഒരു ടെൻഷൻ ഉണ്ടാകും, എന്തായിരിക്കും മുന്നിലേക്ക് നടക്കുക എന്നുള്ളത്. അതുകൊണ്ട് നെക്സ്റ്റ് ആക്ഷൻ ആയിട്ടുള്ള കാർഡ്സും കൂടി ഒന്ന് എടുത്ത് നോക്കാം. ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും? കറൻ്റ്ലി ഇപ്പം അവർക്ക് നിങ്ങളെ നഷ്ടമായൊരു ഫീലിങ്സ് ആണുള്ളത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിൽക്കുകയാണ് ഇവർ. അതായത് നിങ്ങൾ നഷ്ടമായി, ഇനി നിങ്ങളെ കിട്ടില്ല എന്നൊക്കെയുള്ളൊരു വിചാരത്തിൽ. അത് ഇവർ തന്നെയാണ് കാരണം, അതിൻ്റെ കാരണം ഇവർ തന്നെയാണ് എന്നുള്ളത് ഇവർക്ക് നന്നായിട്ട് അറിയാം. ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഈ പേഴ്സൺ. അതുപോലെ തന്നെ അവർ ഫുൾ എന്താ പറയുക, നഷ്ടം, ലൈഫിൽ നിന്നും നഷ്ടമായി പോയി എന്നുള്ള ഒരു ഫീലിങ്സിലാണ് അവർ നിൽക്കുന്നത്. അവരുടെ മൈൻഡ് സെറ്റ് ഡൗൺ ആയി നിൽക്കുകയാണ്. അതായത് അവർ ഫുള്ളി സൈലൻ്റ് ആയി നിൽക്കുകയാണ്. പുറത്തൊന്നും അത് കാണിക്കുന്നില്ലെങ്കിലും അവർ ആ ഒരു ഫീലിങ്സിലൂടെ, ആ ഒരു തോട്ട്സിലൂടെയാണ് അവർ കടന്നു പോകുന്നത് കേട്ടോ. നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും? ഓക്കെ, എനിക്കിവിടെ ജസ്റ്റിസ് ഇവിടെ വന്നിട്ടുണ്ട്. അത് അപ്രൈറ്റ് ആണ് വന്നിട്ടുള്ളത്. കുറച്ചൊന്ന് കഴിയുന്ന സമയത്ത് ഇതിലൊരു ജസ്റ്റിസ് വരും. അതായത് ഇവർക്ക് നേരെ ഒരു നീതി കിട്ടും. കുറച്ചും കൂടി കഴിയുന്ന സമയത്ത് ഫ്യൂച്ചർക്ക് നോക്കുമ്പം നീതി കിട്ടും, ഒരു ജസ്റ്റിസ് കിട്ടും. അതുപോലെ തന്നെ ഈ പേഴ്സൺ ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോഴത്തെ ഒരു കറൻറ്റ് എനർജിയിലാണ് മേ ബി തേർഡ് പാർട്ടിയുമായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ഫൈറ്റിങ്ങോ ആർഗ്യുമെൻറ്റ്സോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം. അതുകൊണ്ട് അവരുടെ എനർജി വളരെ ലോ ആയിട്ടുണ്ടാകും. അവർ ഇത്രയും നാളും ക്രിയേറ്റ് ചെയ്തു വന്ന ഐഡിയാസ് അല്ലെങ്കിൽ അവർ ആലോചിച്ച് വന്നിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് വേണ്ടാന്ന് വെക്കേണ്ടി വന്നിട്ടുണ്ടാവും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട്. ആ തേർഡ് പാർട്ടീൻ്റെ ഒരു എനർജി വെച്ചിട്ട് അവർക്കതെല്ലാം വേണ്ടാന്ന് വെക്കേണ്ടി വന്നിട്ടുണ്ടാവും. പക്ഷേ കുറച്ചങ്ങോട്ട് കഴിയുന്ന സമയത്ത് ഇവർ തന്നെ സ്വയം ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് ഇതിനെ ഒരു പുരോഗമനം വരുത്തുക, അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇതിലേക്ക് അവർ കൊണ്ടുവരും. നീതി കിട്ടും. അവർ ആ ഒരു ബാലൻസിലേക്ക്, ഇങ്ങനെ ലൈഫിനെ ബാലൻസിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ജസ്റ്റിസ് കിട്ടും, ഒരു ഈക്വാലിറ്റി കിട്ടും, അല്ലെങ്കിൽ ബാലൻസ് കിട്ടും എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ പേഴ്സൺ നിങ്ങളുടെ സ്നേഹത്തിൽ വളരെ അഡിക്റ്റഡ് ആണെന്ന് കാണുന്നുണ്ട്. അതായത് അഡിക്ഷൻ ഉണ്ട് ഇവർക്ക് വളരെയധികം നിങ്ങളിൽ. സോ അതുകൊണ്ട് തന്നെ പിരിഞ്ഞു പോവുക, അല്ലെങ്കിൽ ഇങ്ങനെ പെയിൻഫുൾ എൻഡിങ് ആണല്ലോ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒരു ചീറ്റിംഗ് ആയിരിക്കാം, തേർഡ് പാർട്ടിയോട് പോകുന്ന ഒരു ചീറ്റിംഗ് ആയിരിക്കാം. പക്ഷേ എന്താ പറയുക, മനസ്സറിഞ്ഞുകൊണ്ട് നിങ്ങളെ മനഃപൂർവ്വം വേണ്ടാന്ന് വെച്ചതല്ല, സിറ്റുവേഷൻ കൊണ്ട് അവർക്കിത് ഫുൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നതാണ്, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ചെയ്യേണ്ടി വന്നതാണ്. സോ അവർ ആ ഒരു പെയിൻഫുൾ അവർക്ക് അവിടെ ഫീൽ ചെയ്യുന്നത് പോലും നിങ്ങളിൽ ഒരു അഡിക്ഷൻ ഉള്ളത് കൊണ്ടാണ്. വളരെയധികം
നിങ്ങളുടെ സ്നേഹത്തിൽ അവർ അഡിക്റ്റഡ് ആണ്. മേ ബി നിങ്ങളെ കാണാൻ നല്ല ഗ്ലാമർ ഉള്ളവരായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം കെയർ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം, വ്യക്തിയെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളായിരിക്കാം. അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് നിങ്ങളിൽ വളരെ അഡിക്റ്റഡ് ആണ്. നിങ്ങൾ ഉണ്ടെങ്കിൽ ലൈഫിൽ സ്റ്റെബിലിറ്റി വളരെയധികം അവർക്ക് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ബാലൻസ് ഉണ്ടാകും എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, അതവർ ചിന്തിക്കുന്നുണ്ട്, അത് അവർക്ക് നന്നായിട്ട് അറിയാം. ഇതിനു മുൻപേ അവരത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം നിങ്ങളെ വിട്ടുപോകാത്തൊരു എനർജി ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ നേർക്ക് ഇവരെന്തായാലും ഒരു ആക്ഷൻ എടുക്കും, ഉറപ്പായിട്ടും ഒരു ആക്ഷൻ എടുക്കും. ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആക്ഷൻ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കും ഫ്യൂച്ചറിൽ എന്നുള്ളതാണ് കാണുന്നത്. ഇപ്പോഴത്തെ ഒരു കറണ്ട് എനർജിയിൽ അതെന്തായാലും ബ്ലോക്കാണ്. അതിനൊരു മാറ്റം എന്തായാലും ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങൾക്കുള്ള കുറച്ച് ഗൈഡൻസും കൂടി ഒന്ന് എടുത്തു നോക്കാം. ഗൈഡൻസിന് വേണ്ടിയിട്ട് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അതായത് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയുമായിരിക്കാം. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എക്സ്ട്രാ മെറിറ്റൽ റിലേഷൻഷിപ്പ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കറിയാലോ ആ പേഴ്സൺ അവിടെ നിൽക്കേണ്ടത് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ അവരെവിടെയാണ് നിൽക്കേണ്ടത് എന്നുള്ളൊരു സത്യം, അതിൻ്റെ ഒരു ട്രൂത്ത് നിങ്ങൾക്ക് നല്ല രീതിക്ക് അറിയാലോ. അപ്പം സിറ്റുവേഷൻ അറിഞ്ഞ് മാത്രം ഈ പേഴ്സൻ്റെ അടുത്ത് നിങ്ങൾ സംസാരിക്കുക, അല്ലെങ്കിൽ ഈ പേഴ്സണെ നിങ്ങൾ നമ്മൾ കാരണം വേറെ വ്യക്തികൾ ഒരിക്കലും വേദനിക്കാൻ പാടില്ല എന്നുള്ളൊരു ഓർമ്മ എപ്പോഴും നിങ്ങൾ വെക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ കാരണം മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാവരുത്, മറ്റുള്ളവരുടെ ലൈഫ് ഒരിക്കലും പോവാൻ പാടില്ല എന്നുള്ളൊരു ഓർമ്മ നിങ്ങൾ വെക്കണം. ആ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ എക്സ്ട്രാ മെറിറ്റൽ റിലേഷൻഷിപ്പ് അല്ലാന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി ആയിട്ട് ഫാമിലിയൊക്കെ ഇൻവോൾവ്ഡ് ആയിട്ട് അത് മുടക്കുന്നുണ്ടെങ്കിലും എന്താണ് ഈ ഒരു കാരണം, എന്തുകൊണ്ടാണ് അവർ മുടക്കുന്നത്, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്നും കൂടി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കരുത് എന്നുള്ളതാണ് ഇവിടെ കിട്ടുന്ന ഗൈഡൻസ് കേട്ടോ. അതായത് സിറ്റുവേഷൻ നിങ്ങൾ കണ്ണു തുറന്ന് കാണുക, എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങൾ മൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. പെട്ടെന്ന് എനിക്കിപ്പോൾ തന്നെ കിട്ടണം, എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ള ഒരു എനർജിയിലൊന്നും നിങ്ങൾ നിൽക്കാതെ സിറ്റുവേഷൻ കണ്ണു തുറന്ന് കാണുക. ഓക്കെ, അപ്പം അതുപോലെ അതിനനുസരിച്ച് നിങ്ങൾ ആക്ഷൻ എടുക്കുക, ഡിസിഷൻ എടുക്കുക അവനവൻ്റെ ലൈഫിൽ. ഓക്കെ, അപ്പം ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.